Hello friends, welcome to another episode of Shrudi's Learning Square. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത 100 ക്വസ്റ്റ്യൻസും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ നമ്മുടെ 300 ക്വസ്റ്റ്യൻസ് ആവും. പിന്നെ ഒരു 300 ക്വസ്റ്റ്യൻസും കൂടി കഴിയുമ്പോൾ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് സയൻസിൻ്റെയും ഇതേപോലെ തന്നെ ഒരു സീരീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തുള്ള ഒരു സീരീസും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പാരലലി സയൻസിൻ്റെ വീഡിയോസും കൂടെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏത് നദിയാണ് തമിഴ്നാട്ടിൽ അമരാവതി എന്നറിയപ്പെടുന്നത്? ഭാരതപ്പുഴ. ഓക്കെ, ഏത് നദിയാണ് തമിഴ്നാട്ടിൽ അമരാവതി എന്നറിയപ്പെടുന്നത്? ഭാരതപ്പുഴ. നദിയായി കണക്കാവുന്ന ജലപാതയുടെ ഏറ്റവും കുറഞ്ഞ നീളം എത്രയായിരിക്കണം? 15 കിലോമീറ്റർ കേട്ടോ. നദിയായി കണക്കാവുന്ന ജലപാതയുടെ ഏറ്റവും കുറഞ്ഞ നീളം എത്രയായിരിക്കണം? 15 കിലോമീറ്റർ. ഏത് ജില്ലയിലാണ് പ്രസിദ്ധമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നോക്കാം, കേരളത്തിലെ ഓർക്കിഡ് പ്രിസർവേറ്റീവ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൊന്മുടിയിലാണ് കേരളത്തിലെ ഓർക്കിഡ് പ്രിസർവേറ്റീവ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏത് ജില്ലയെയാണ് പീഠഭൂമിയായി കണക്കാക്കുന്നത്? വയനാട് ജില്ലയാണ് കേട്ടോ. കേരളത്തിലെ ഏത് ജില്ലയാണ് പീഠഭൂമിയായി കണക്കാക്കുന്നത്? വയനാട് ജില്ല. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. ഓർത്തു വയ്ക്കുക, വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ഈർപ്പമുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ഈർപ്പമുള്ള ജില്ല കേട്ടോ. പിന്നെ ഏത് മാസമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? ജൂലൈ മാസത്തിലാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം. ഏത് സ്ഥലമാണ് ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത്? മൂന്നാറാണ് കേട്ടോ. മൂന്നാറാണ് ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം. പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി. ഓക്കെ, ഓർത്തു വയ്ക്കുക, പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വേമ്പനാട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം. ചാലക്കുടി നദിയിലെ ആദ്യത്തെ ഹൈഡ്രോളിക് പദ്ധതി ഏതാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയാണ് ചാലക്കുടി നദിയിലെ ആദ്യത്തെ ഹൈഡ്രോളിക് പദ്ധതി. ഇനി ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് ഏത് മലനിരകളാണ്? നീലഗിരി കുന്നുകളാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത്. അടുത്ത് നോക്കാം, കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷൻ സ്ഥാപിച്ചതെന്നാണ്? 1971 കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷൻ സ്ഥാപിച്ചത്. എപ്പോഴാണ് ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത്? 1997. ഓർത്തു വയ്ക്കുക, 1997 ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. ട്രാവൻകൂർ സിമെൻറ്റ് ഫാക്ടറി എവിടെയാണ്? നാട്ടകമാണ്. ഓക്കെ, ട്രാവൻകൂർ സിമെൻറ്റ് ഫാക്ടറി എവിടെയാണ്? നാട്ടകം. അടുത്ത് നോക്കാം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. പിന്നെ മംഗളവനം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഏത് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം? പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം. തിരുവനന്തപുരത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? അഗസ്ത്യമല. ഓക്കെ, അഗസ്ത്യമലയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. അടുത്ത് നോക്കാം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി നദിയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വയ്ക്കുക കേട്ടോ, ചാലക്കുടി നദി, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? പെരിയാർ. 244 കിലോമീറ്റേഴ്സ് ആണ്. ഏത് നദിയെ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു? ചാലിയാർ നദിയെയാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. ഏത് ജില്ലയിലാണ് പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലാണ് പയ്യാമ്പലം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ മലനിരകൾ ഏതാണ്? നീലഗിരി ഹിൽസ്. 8 ഇതിലോട് കൂടിയ പനയുടെ ഷേപ്പുള്ള കേരളത്തിലെ തടാകം ഏതാണ്? അഷ്ടമുടി കായൽ. ഓർത്തു വയ്ക്കുക കേട്ടോ, 8 ഇതിലോട് കൂടിയ പനയുടെ ഷേപ്പുള്ള കേരളത്തിലെ തടാകം ഏതാണ്? അഷ്ടമുടി കായൽ. അടുത്ത് നോക്കാം, മൺസൂൺ ബലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. മൺസൂൺ ബലമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കുറവൻ മലയും കുറുത്തി മലയും സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. കുറവൻ മലയും കുറുത്തി മലയും സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ല. അതുപോലെ തന്നെ ഈ 2 മലകൾക്കിടയിലാണ് നമ്മുടെ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതും കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരമാണ്. പ്രാചീന കാലത്തെ പ്രധാനപ്പെട്ട ബുദ്ധവിഹാര കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. പ്രാചീന കാലത്തെ പ്രധാനപ്പെട്ട ബുദ്ധവിഹാര കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിൽ. കേരളത്തിലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടം എന്ന് മുതലാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, കേരളത്തിലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടം ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്.
അടുത്ത് നോക്കാം, പാലക്കാടിലെ നെല്ലിയാമ്പതി ഏത് കൃഷിക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ഓറഞ്ചിനാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. പാലക്കാടിലെ നെല്ലിയാമ്പതി ഏത് കൃഷിക്കാണ് പ്രസിദ്ധമായത്? ഓറഞ്ച്. ഏത് ജില്ലയിലാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. ഓർത്ത് വയ്ക്കുക, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. അത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ, അതും കൂടി ഓർത്ത് വയ്ക്കുക. പാതിരാമണൽ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? വേമ്പനാട് തടാകത്തിലാണ് പാതിരാമണൽ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡാമുകളും ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാറാണ്. ഓർത്ത് വയ്ക്കുക, ഏറ്റവും കൂടുതൽ ഡാമുകളും ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്പ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വല്ലാർപാടം. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്പ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വല്ലാർപാടം. വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? വട്ടവട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് വെളുത്തുള്ളി കൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ സ്ഥലം. അതുപോലെ തന്നെ വട്ടവട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇടുക്കി ജില്ലയിലാണ് കേട്ടോ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂൾ മുഖേന നടത്തുന്ന പദ്ധതി ഏതാണ്? എൻ്റെ മരം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. 1978 കേട്ടോ, വർഷം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം, ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം എന്നാണ്? 1904 കേട്ടോ, ഓർത്ത് വയ്ക്കുക. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം 1904. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? മണ്ണുത്തി. ഓക്കെ, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? മണ്ണുത്തി. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എറണാകുളം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 20 പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാളം ചിത്രം ഏതാണ്? നീലക്കുയിൽ. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രം നീലക്കുയിൽ. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9 കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9. എറണാകുളം രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ലയായ വർഷം എന്നാണ്? 1990 കേട്ടോ, ഓർത്ത് വയ്ക്കുക. എറണാകുളം രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ലയായ വർഷം എന്നാണ്? 1990. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. അടുത്ത് നോക്കാം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ മുതിരപ്പുഴ, ഓക്കെ, ഇടുക്കി ജില്ലയിലാണ്. 1940 വർഷം, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1985. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ആരാണ്? രാജീവ് ഗാന്ധി. വർഷം എത്രയാണ്? 1985. ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി. ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വയനാടാണ് കേട്ടോ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം, ഏത് ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിൽ അല്ലേ. ഏത് ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിൽ. തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ. ഓർത്ത് വയ്ക്കുക, തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാറാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. അതേസമയം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കുന്തിപ്പുഴ. ഓക്കെ, രണ്ടും തിരിഞ്ഞു പോകരുത്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. നെക്സ്റ്റ് നോക്കാം, ചെന്തുരുണി വൃക്ഷത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ചെന്തുരുണി വൃക്ഷത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൻകോറിക്ക. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? കുറുവ ദ്വീപ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? കുറുവ ദ്വീപ്. ഏത് ജില്ലയിലാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. മുഴുപ്പിലങ്ങാടി ബീച്ച് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. ഏത് മൺസൂൺ കാലത്താണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? തെക്കു പടിഞ്ഞാറൻ കാലവർഷം. ഓക്കെ, ഏത് മൺസൂൺ കാലത്താണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? തെക്കു പടിഞ്ഞാറൻ കാലവർഷം. അടുത്ത് നോക്കാം, ഏത് നദിയെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു? പമ്പ നദിയെയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കൽ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കലാണ്. നെക്സ്റ്റ് നോക്കാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാടാണ് കേട്ടോ, മലനാട്.
അടുത്ത് നോക്കാം. അസിഡിക് സെലൈൻ മണ്ണിനം പ്രധാനമായും കേരളത്തിലെ ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത്? കുട്ടനാട് പ്രദേശങ്ങളിലേക്കാണ് അസിഡിക് സെലൈൻ മണ്ണിനം പ്രധാനമായും കേരളത്തിൽ കാണപ്പെടുന്നത്. ചകിട്ടപ്പാറ എന്ന പ്രദേശം ഏത് അയിരിൻ്റെ ഖനനത്തിന് പ്രസിദ്ധമാണ്? ഇരുമ്പ് അയിര്. ഓക്കെ, ചകിട്ടപ്പാറ എന്ന പ്രദേശം ഏത് അയിരിൻ്റെ ഖനനത്തിന് പ്രസിദ്ധമാണ്? ഇരുമ്പ് അയിര്. ഏത് ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ആരാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? കെ നീലകണ്ഠൻ. കെ നീലകണ്ഠനാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വെള്ളായണി തടാകം. വെള്ളായണി തടാകമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. പക്ഷിപാതാളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃപ്പൂണിത്തറയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃപ്പൂണിത്തറ. കുറ്റ്യാടി ഡാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ് കുറ്റ്യാടി ഡാം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമത്തെ പറ്റി പരാമർശമുള്ള പ്രസിദ്ധമായ നോവൽ ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമത്തെ പറ്റി പരാമർശമുള്ള പ്രസിദ്ധമായ നോവൽ ഏതാണ്? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കക്കി ഡാം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ടയിലാണ് കക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? നേരിയമംഗലം. ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? നേരിയമംഗലം. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരമാണ് കേട്ടോ. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരം. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ നദിയാണ് കേട്ടോ. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കേരളത്തിലെ നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം. ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ്? നീലേശ്വരമാണ് കേട്ടോ. ബോക്സൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ്? നീലേശ്വരം. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യം. ആറന്മുള വിമാനത്താവളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പത്തനംതിട്ടയിലാണ് കേട്ടോ ആറന്മുള വിമാനത്താവളം. അതുപോലെ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഇടുക്കി. റെയിൽവേ ലൈനുകൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയും കേട്ടോ. റെയിൽവേ ലൈനുകൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയും. പിന്നെ കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏതാണ്? അനന്തപുരം ക്ഷേത്രം. ഓക്കെ, കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം. കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ അനന്തപുരം ക്ഷേത്രം. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലാണ് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ. ഓക്കെ, ഓർത്തു വയ്ക്കുക. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ നദിയിലാണ്. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നിയാണ്. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നി. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ചിന്നാറാണ്. ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ. നെക്സ്റ്റ് നോക്കാം. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1998. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1998 ആണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുണക്കടവ്. ഓർത്തു വെക്കുക കേട്ടോ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുണക്കടവ്. നെക്സ്റ്റ് നോക്കാം. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ തന്നെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് വൈറ്റ് കേട്ടോ. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് വൈറ്റ്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു സീരീസിൽ നമ്മൾ 300ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 300 ക്വസ്റ്റ്യൻസും കൂടിയും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സിമം ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.